എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ആഗ്രഹങ്ങൾ ബാക്കിയാക്കി നവാസ് അരങ്ങൊഴിയുമ്പോൾ. മിമിക്രിയിലൂടെ സിനിമയിലേക്ക് എത്തിയ നവാസ് ചിരിപ്പിച്ചും ചിന്തിപ്പിച്ചും തിരശീലയിൽ നിറഞ്ഞു നിന്നിരുന്ന കാലം. ഒരുപാട് സിനിമകളിൽ ഒരുപാട് വേഷങ്ങളിൽ എത്തിയ അദ്ദേഹത്തിൻ്റെ കഴിവ് നമ്മൾ മലയാളികൾക്ക് ഏറെ അറിവുള്ളതാണ്. ചില TV ഷോകളിൽ പങ്കെടുത്തപ്പോൾ അദ്ദേഹം പെൺശബ്ദത്തിൽ പാട്ടുപാടി നമ്മളെ അത്ഭുതപ്പെടുത്തുകയും ചെയ്തു. കോമഡി വേഷങ്ങൾ ചെയ്യാൻ ഏറെ കഴിവുണ്ടായിരുന്ന അദ്ദേഹത്തിൻ്റെ സിനിമകളിൽ അത്തരം സീനുകൾ വരുമ്പോൾ മലയാളികൾ ഒന്നടങ്കം ചിരിച്ച് ആസ്വദിച്ചിരുന്നു. രഹനയെ ജീവിതസഖിയാക്കിയപ്പോഴും അദ്ദേഹം സിനിമകളിൽ നിറഞ്ഞു നിന്നിരുന്നു. ഭാര്യയെയും മക്കളെയും ഒരുപാട് സ്നേഹിച്ചിരുന്ന നവാസ് എന്ന മനുഷ്യൻ വിടവാങ്ങുമ്പോൾ സിനിമാ ലോകത്തിനും കുടുംബത്തിനും മലയാള സിനിമാ ആസ്വാദകർക്കും ഒരു തീരാനഷ്ടമാണ്. ഈ അടുത്ത കാലത്ത് അദ്ദേഹവും ഭാര്യ രഹനയും ഒരുമിച്ച് അഭിനയിച്ച ഒരു ആൽബവും പുറത്തിറങ്ങിയിരുന്നു. റിയാസ് പട്ടാമ്പിയുടെ മറന്നുവോ സഖി എന്ന ഗാനം പാടിയതും നവാസ് തന്നെയാണ്. ഒരുപാട് ആഗ്രഹിച്ച് പണിത മൺവീട്ടിൽ രഹനയ്ക്ക് ഒപ്പം ഇനിയുള്ള ജീവിതം എന്ന ആഗ്രഹവും ഒരിക്കൽ കൂടി രഹനയുടെ കൂടെ അഭിനയിക്കണമെന്ന മോഹവും ബാക്കിയാക്കിയാണ് കലാഭവൻ നവാസ് എന്ന നവാസ് ഇക്ക 51-ാം വയസ്സിൽ അരങ്ങൊഴിയുന്നത്. രഹനയ്ക്കും കുടുംബത്തിനും അദ്ദേഹത്തിൻ്റെ ഈ വിയോഗം താങ്ങാനുള്ള കഴിവ് ഈശ്വരൻ കൊടുക്കട്ടെ എന്ന് നമുക്കെല്ലാവർക്കും പ്രാർത്ഥിക്കാം. നിങ്ങൾക്ക് ഈ ചാനൽ ഇഷ്ടമായെങ്കിൽ സപ്പോർട്ട് ചെയ്യുക. ഒരിക്കൽ ഒരു ഇൻ്റർവ്യൂവിൽ രഹന പറഞ്ഞ വാക്കുകൾ ഇപ്പോൾ മലയാളികളുടെ ഹൃദയം നുറുക്കുന്നു. എനിക്ക് നവാസിക്കയില്ലാതെ ജീവിക്കാൻ പറ്റില്ല എന്നാണ് ആ അഭിമുഖത്തിൽ രഹന പറഞ്ഞത്. സിനിമാ ഷൂട്ടിനിടയിൽ നെഞ്ചുവേദന അനുഭവപ്പെട്ടെങ്കിലും ഷൂട്ടിംഗ് മുടങ്ങാതിരിക്കാൻ അദ്ദേഹം ആശുപത്രിയിൽ പോകാൻ കൂട്ടാക്കിയില്ല. കലാഭവൻ മണിയുടെ മരണശേഷം ഇത്രയും മലയാളികളെ വേദനിപ്പിച്ച മരണവും നവാസിൻ്റേതാണ്. മരണം രംഗബോധമില്ലാതെ കടന്നുവന്ന് അദ്ദേഹത്തെ കാണാമറയത്തേക്ക് കൊണ്ടുപോയി. സുഹൃത്തുക്കൾക്ക് പോലും അദ്ദേഹത്തിൻ്റെ വിയോഗം താങ്ങാവുന്നതിനും അപ്പുറമാണ്. കലാഭവൻ നവാസ് ഇനി ഓരോ മലയാളികളുടെയും മനസ്സിൽ അദ്ദേഹം അഭിനയിച്ച് ബാക്കിയാക്കിപ്പോയ കുറേ സിനിമകളിലൂടെ ഓർമ്മയാവുന്നു. അദ്ദേഹത്തിൻ്റെ ആത്മാവിന് നിത്യശാന്തി ലഭിക്കട്ടെ. അതിനോടൊപ്പം ആ കുടുംബത്തിന് ഇതെല്ലാം താങ്ങാനുള്ള കഴിവ് ജഗദീശ്വരൻ സമ്മാനിക്കട്ടെ. നിങ്ങൾക്ക് ഈ ചാനൽ ഇഷ്ടമായെങ്കിൽ പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. താങ്ക് യു.